നമ്മുടെ തലച്ചോറിന് നമ്മുടെ അഭിപ്രായത്തിനെതിരായ ഒരു അഭിപ്രായത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ല. ഉടനെ റെസിസ്റ്റ് ചെയ്യും. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പ്രധാന കാരണം അയാൾ എനിക്കൊപ്പം നിൽക്കുന്നു എന്നതാണ്. അയാൾ എനിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അയാളോട് എനിക്ക് സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ അഭിപ്രായത്തിനെതിരെ അയാളൊരു കാര്യം പറയുമ്പോഴാണ്. നമ്മുടെ അഭിപ്രായത്തിനെതിരെ നമുക്ക് താഴെ എന്ന് തോന്നുന്ന ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടൻ വയലൻസ് ഉണർന്നു വരുന്ന ബോധത്തിന് പറയുന്ന പേരാണ് മനുഷ്യൻ. ആദ്യത വരിക. ആദ്യം ഒരിക്കലും അയാൾ പറയുന്നതിൽ ശരിയുണ്ടോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണരില്ല, ഒരിക്കലും ഉണരില്ല. അതുകൊണ്ടാണ് നാരായണഗുരു പറയുന്നത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അറിയാനും അറിയിക്കാനും എന്നത് തത്വചിന്താപരമായിട്ട് മാത്രമേ നമ്മളിൽ ഫങ്ഷൻ ചെയ്യൂ. നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഫങ്ഷനിങ്ങിൽ വാദിക്കലും ജയിക്കലുമാണ് എപ്പോഴും. നമ്മുടെ ഭവനങ്ങൾ ഇത്രമാത്രം സംഘർഷഭരിതമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നും നമ്മൾ വീട്ടിൽ വാദിച്ച് ജയിച്ച് തോൽക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് വാദിച്ച് ജയിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് വാദിച്ച് ജയിക്കുന്നു, അച്ഛനമ്മമാർ കുട്ടിയോട്. എൻ്റെ ശരി സ്ഥാപിക്കുക എന്നുള്ളതാണ് ബ്രെയിനിൻ്റെ നാച്ചുറൽ ഫങ്ഷനിങ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അത് നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മളതിനെ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാച്ചുറൽ ഫങ്ഷനിങ്ങിൽ നമ്മളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ, എൻ്റെ. നാരായണഗുരു ആത്മോപദേശത്തിൽ പറയുന്നൊരു ശ്ലോകമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. നമ്മളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനുഷ്യബോധത്തെ ഡിഫൈൻ ചെയ്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇദന്ത വാമയായും വരും, ഇവ രണ്ട് ഉലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയാണ്. അത് അന്നും ഇന്നും എന്നും നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. മനുഷ്യൻ്റെ ബോധത്തിൽ ആദ്യമുണ്ടാകുന്ന സ്പന്ദനം ഞാൻ എന്നതാണ് എന്നും അതിനോട് ചേർന്ന് വരുന്നത് എൻ്റേത് എന്ന് പറയുന്നതാണ് എന്നും ഈ ഞാൻ എന്നും എൻ്റേത് എന്നും പറയുന്നതിൻ്റെ വികാസ പരിണാമങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതമെന്നും അവിടെ അപ്പുറത്തിരിക്കുന്നവരെ ഞാൻ എന്നോട് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് എൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും അനുഗുണമാകുന്നതിനെ മാത്രമാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നതെന്നും ഞാനിനോടും എൻ്റേതിനോടും ചേർന്ന് നിൽക്കുന്നതിനെ ചേർത്ത് പിടിക്കുകയും ഞാനിനോടും എൻ്റേതിനോടും ചേർന്ന് പോകാത്തത് അത് എത്ര ശരിയാണെങ്കിലും തള്ളി മാറ്റുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോൺഷ്യസ്നെസ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി നമ്മളേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നിയത് പറഞ്ഞുറപ്പിക്കാനാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയത് പറഞ്ഞുറപ്പിക്കാനാണ്. അതുകൊണ്ട് നാരായണഗുരു തുടർന്ന് പറയുന്നത്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടണം. വളരെ പണിപ്പെടുന്നൊരു കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അറിഞ്ഞു എന്നതുകൊണ്ട് ഒരാൾക്കും നല്ല മനുഷ്യനാവാൻ പറ്റില്ല. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫങ്ഷനിങ്ങിൽ കോൺഷ്യസ്ലി ഇടപെടുക എന്ന് പറയുന്നത് അകതാര അമർത്തി ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് എൻ്റെ മുൻപിലിരിക്കുന്നത് ഒരു കുട്ടിയാവട്ടെ, സ്ത്രീയാവട്ടെ, ഏത് ലെവലിലും എന്നേക്കാൾ താഴെയുള്ളവരാവട്ടെ, അവരെല്ലാവരും എന്നെപ്പോലെ തന്നെ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ്. എല്ലാവരും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ബോധം എൻ്റെ ശരിയുടെ കൂടെ എല്ലാവരും നിൽക്കൂ എന്ന് നിരന്തരം പറയുമ്പോൾ, നിരന്തരം എന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഷൗക്കത്തെ, നിൻ്റെ ശരി ശരിയായിരിക്കാം, അതേപോലെ തന്നെയുള്ള ശരികളാണ് നിൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികളും അച്ഛനും അമ്മയും അമ്മൂമ്മയും ഭാര്യയും ഭർത്താവും കൂട്ടുകാരും ഒക്കെ. അതുകൊണ്ട്
നിന്റെ ശരിയെ ഒരിത്തിരി സമയത്തേക്ക് മാറ്റിവെച്ച് അവരുടെ ശരിയെ കൂടി കേൾക്കാനുള്ള ഒരു ഉള്ള നീ ഉണ്ടാക്കിയെടുക്കണം. ഇതിനാണ് ചിന്ത എന്ന് പറയുന്നത്. എന്ന് ചിന്തിച്ച്, ഗുരു പറയാണ്, ചിന്തിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. എത്ര ചിന്തിച്ചാലും ബോധം സമ്മതിക്കില്ല. അതുകൊണ്ട് ബോധത്തിൽ നിന്ന് തള്ളിക്കയറി വരുന്ന, വാദിച്ച് ജയിക്കാൻ വേണ്ടി ബോധത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തള്ളിക്കയറി വരുന്ന നിന്റെ ചോദനകളെ അമർത്തി, അകതാരമർത്തി, ബോധപൂർവ്വം അമർത്തി വെച്ചിട്ട് നിന്റെ കണ്ണ് കോൺഷ്യസ്ലി കുട്ടികളിലേക്ക് തിരിക്കണം. നാച്ചുറലായിട്ട് കുട്ടികളിലേക്ക് കണ്ണു പോവില്ല. അറിയാതെ ഒരു സദസ്സിൽ 10 ആളുണ്ടെങ്കിൽ അറിയാതെ കണ്ണതിലെ പ്രധാനപ്പെട്ട ആളുകളിൽ വന്നുടക്കി നിൽക്കും. അതേ തലച്ചോറിന് പരിചയമുള്ളൂ. എല്ലാവരെയും നോക്കണമെങ്കിൽ ഞാൻ കോൺഷ്യസ്ലി നോക്കണം. ഇങ്ങനെ ശീലിക്കണം. നമ്മുടെ വീട്ടിൽ 5 ആൾ വന്നിരുന്നാൽ സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും ഷെയ്ക്കിൻ്റെ അടുത്ത് പരിചയപ്പെടും. പിന്നെ ആ പ്രധാനപ്പെട്ട 2 ആളെ നോക്കിയാൽ നമ്മൾ സംസാരിക്കും. എങ്കിലേ നമ്മുടെ തലച്ചോറിന് സമാധാനം കിട്ടും. തലച്ചോറ് ജാതി വ്യവസ്ഥയാണ്. അതിനെ ഞാൻ കോൺഷ്യസ്ലി ബ്രേക്ക് ചെയ്ത് ശീലിപ്പിക്കണം. നിരന്തരമായ പ്രാക്ടീസ് ചെയ്ത് ശീലിപ്പിച്ചാലേ ഒരു ദിവസം നാച്ചുറലായിട്ട് കുട്ടീനെ നോക്കാൻ പറ്റും. ഇപ്പം ഞാൻ നോക്കുന്നത് കോൺഷ്യസ്ലിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കണത് നാച്ചുറലായിട്ട്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കുറപ്പുള്ളവരിലാണ് എൻ്റെ തലച്ചോറ് നിൽക്കുക. അറിയാതെ നിൽക്കും. എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരിൽ എൻ്റെ കണ്ണുടക്കി നിൽക്കും. അപ്പോൾ ഞാൻ എന്നോട് പറയണ, ഷൗക്കത്തെ, ഇപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവിടെ നീ തല തിരിക്ക്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് ജനാധിപത്യം എന്ന് പറയുന്ന, ഡെമോക്രസി എന്ന് പറയുന്ന വ്യവസ്ഥ തലച്ചോറിന് ഒരു പരിചയമില്ല, ഒരു കാലത്തും പരിചയം ഉണ്ടാവാനും പോകുന്നില്ല. നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രം നല്ല മനുഷ്യനാവാൻ കഴിയുന്ന ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യനെന്ന്. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ DNA-ക്ക് അറിയില്ല, ഉണ്ടാവാനും പോണില്ല. മനുഷ്യ ശരീരം എന്ന രീതിയിൽ മനുഷ്യനായി പൂർണ്ണത പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ബോധത്തിൽ ബാല്യദശയിൽ പോലും എത്താത്ത ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. ബാല്യദശയിൽ അത്രയും കൺഫ്യൂസ്ഡ് ആണ് നമ്മൾ. ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നമ്മളെ ഇനി നമ്മൾ നാച്ചുറലായിട്ട് ഇല്ലാത്ത ഒരു സിസ്റ്റത്തെ നമ്മൾ കവിത കൊണ്ടാണ് പൂരിപ്പിക്കുന്നത്. തത്വചിന്ത കവിതയാണ്. നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്നും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മുഴുവൻ പുണർന്നത് ഞാൻ എന്നോട് പറഞ്ഞാണ് എൻ്റെ DNA-യോട്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ അറിയാതെ തോളിൽ തട്ടുമ്പോൾ ഒറ്റ ചവിട്ടിന് അവനെ കൊല്ലാൻ തോന്നുന്ന മനസ്സിൻ്റെ ഉടമയ്ക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. അറിയാതെ ഒറ്റ നോട്ടം നോക്കും നമ്മൾ. ഞാനൊരു പല ഡയമെൻഷനിലേക്ക് പോവുകയാണ്. ഞാൻ പണ്ട് പുസ്തകം വായിക്കാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്യും, ട്രെയിനിലും. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് തീരെ ആളില്ലാത്തൊരു ബസ്സിൽ കയറി ഒരു സീറ്റിലിരിക്കും. അപ്പം അന്ന് എൻ്റെ കയ്യിൽ മാണ്ഡൂക്യോപനിഷത്താണ്. മാണ്ഡൂക്യോപനിഷത്തിന് ഗുരുനിത്യ എഴുതിയ വ്യാഖ്യാനമായിട്ടാണ് ഞാൻ കയറിയിട്ട് എല്ലാ സീറ്റിലും ഓരോ ആളിരിക്കുന്നുണ്ട്, ഒരു സീറ്റിൽ ആരുമില്ല. അപ്പം ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥന, ഇനി ബസ്സിൽ കയറി വരുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിരിക്കരുത്. കാരണം എനിക്കവിടെ ഫ്രീ ആയിട്ട് ഇരിക്കണം. ഞാൻ വായിക്കാൻ പോണ പുസ്തകം മാണ്ഡൂക്യോപനിഷത്താണ്. മാണ്ഡൂക്യോപനിഷത്തിൽ പറയാൻ പോകുന്നത് എല്ലാം ഓംകാരാണെന്നാണ്. ആ സമയത്താണ് ഒരാൾ ബസ്സിൽ കയറി. ബസ്സിൽ അയാൾ കയറിയ ഉടൻ ഞാൻ റെസ്റ്റ്ലെസ്സായി. എൻ്റെ സിസ്റ്റം, അയാളിങ്ങനെ മുമ്പോട്ട് നടന്നു വരുമ്പോൾ എൻ്റെ മനസ്സ് പറയും, അയാൾക്ക് അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ, ഇതെന്തിന് ഇങ്ങോട്ടേക്ക് വരുന്നത്? അയാൾ വന്ന് എൻ്റെ അടുത്തിരുന്നു. എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ അയാളെ നോക്കിയൊരു നോട്ടമുണ്ട്. ഒരു വൃത്തികെട്ട മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പോലെ നോക്കും. ഇയാൾ പബ്ലിക് ബസ്, ആർക്കും എവിടെയും കയറിയിരിക്കാൻ എല്ലാ റൈറ്റുള്ള ഇടം. ഞാൻ കയറി ഇരുന്ന ഉടൻ 3 സെക്കൻഡ് കൊണ്ട് ആ സ്പേസിനെ ഓൺ ചെയ്യുന്ന തലച്ചോറാണ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യൊന്നും വേണ്ട. അത് പിന്നെ എൻ്റെ സ്ഥലമാണ്. തൊട്ടപ്പെടുത്തിരിക്കുന്ന ഇടം എൻ്റെ ടെറിട്ടറിയാണ്. എങ്ങനെയാണോ നായ ഗേറ്റിൻ്റെ പുറത്തേക്ക് ആൾ വന്ന് കുരയ്ക്കുന്നത്, അതേ കുരയാണിത്. കയ്യിലിരിക്കുന്ന മാണ്ഡൂക്യോപനിഷത്താ. ഞാൻ ജാതി മതമൊക്കെ ഉപേക്ഷിച്ച ആളെ ഇതിനെ ഞാൻ ഒരിക്കലും കാണുന്നില്ല.
ഇതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്താണ് ഇതും എൻ്റെ ആജീവനാന്തം ഈ അസ്വസ്ഥത ഉണ്ടാവും കേട്ടോ. ഈ അസ്വസ്ഥതയൊന്നും പോകില്ല നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്. ഞാൻ എന്നോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ സ്പേസിലേക്കാൾ വന്നിരിക്കുമ്പോൾ ഞാൻ റെസ്റ്റ്ലെസ് ആവുന്നു. എന്തുകൊണ്ട് റെസ്റ്റ്ലെസ് ആവുന്നു? ഇപ്പോഴും നമ്മൾ ഇപ്പം ഇവിടുന്ന് എല്ലാവരും എണീറ്റ് പോയി ചായ കുടിക്കാൻ പോയി എന്ന് കരുതുക. 3 മിനിറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് കരുതുക. ഉള്ളിലേക്ക് കയറി വന്ന് ആദ്യം നമ്മൾ നോക്കി ആദ്യം ഇരുന്ന കസേര, അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥാവും. എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ ഉണ്ടല്ലോ, നാച്ചുറലായിട്ട് ഇതിൽ ഒരു 10% ആൾക്ക്, മാക്സിമം ഒരു 3% ആൾക്കേ തോന്നും കുഴപ്പമില്ല അവിടെ എവിടെയെങ്കിലും ഇരിക്കാന്ന്. ബാക്കിയുള്ളവർ ഞാൻ ആദ്യം ഇരുന്ന കസേരയിലേക്ക് ആദ്യം നോക്കും ബ്രെയിൻ. അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടാൽ റെസ്റ്റ്ലെസ് ആവും. എന്നിട്ടാണ് സാരല്ല നമ്മൾ വിട്ടുകൊടുക്കുകയാണ്, അവിടെ പോയിരിക്കാമെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് എന്താ? നമ്മൾ എല്ലാ തുല്യത, സമത്വം. എന്നിട്ട് വേറൊരു കാര്യം ചെയ്യും, ശ്രദ്ധിച്ചാലറിയാം. ഇവിടെ 3 കസേര ഉണ്ടെന്ന് കരുതുക. ഈ കസേരയിലാണ് ഞാൻ ഇരുന്നതെന്ന് കരുതുക. അവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് ആളോട് പറയുന്ന അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ പറയും. എന്നാൽ എനിക്കവിടെ പോയി ഇരുന്നൂടെ? കാരണം അവിടെ ഇരുന്നാലേ നമുക്കൊരു സ്വസ്ഥത കിട്ടും. ഓൺ ചെയ്ത സ്പേസ് വിട്ടുകൊടുക്കാനോ അതിൻ്റെ പരിസരത്ത് ഒരാൾ വരാനോ നമ്മൾ ആഗ്രഹിക്കില്ല. സെക്കൻഡ് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ നാരായണഗുരു പറയുന്നു, അഘമണയാതെ അകതാരമർത്തിടേണം. ഷൗക്കത്തെ, നിന്നെപ്പോലെ തന്നെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാ വിജയിതിടുന്നു, ജഗതിയിൽ ഈ മതം ഏകം എന്ന് നീ ചിന്തിക്ക്. അതായത് ഈ ബസ് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കാനുള്ള പൊതു ബസ്സാണ്. അതുകൊണ്ട് അയാൾ അവിടെ കയറി വരുന്നത് മുതൽ നീ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ ആ അസ്വസ്ഥതയെ അടക്കിക്കോ. ആ അസ്വസ്ഥത ഇല്ലാതാക്കാൻ അപൂർവ മനുഷ്യർക്ക് സാധിക്കും. അതെന്ത് ഉപനിഷത്ത് പഠിച്ചാലും അത് വരും. ആദ്യം അത് ഉണരും. അപ്പോൾ ഗുരു പറയുന്നത് അഘമണയാതെ ആ ശീലം ശീലിച്ച് ഉറച്ച ശരിയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ശരി എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. തലച്ചോറിന് ഞാൻ ഏറ്റവും കൂടുതൽ കാലം ശീലിച്ചത് എന്താണോ അതാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് മിഠായി കൊടുക്കുമ്പോൾ ഇടത്തെ കൈ നീട്ടുമ്പോൾ ഇപ്പോഴും തുല്യത പറയുന്ന ആളുകളും അസ്വസ്ഥരാണ്. വലത്തെ കൈ നീട്ടിയാലേ സ്വസ്ഥത വരും. എന്തുകൊണ്ടാണ്? നൂറ്റാണ്ടുകളായിട്ട് വലത് കൈ കൊണ്ട് മിഠായി വാങ്ങി ശീലിച്ച തലച്ചോറായതുകൊണ്ടാണ്. ഇടത്തെ കൈ എൻ്റെ ശരീരത്തിലെ ഭാഗമല്ലേ? വലതേ കൈ പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ? എന്താണ് വ്യത്യാസം എന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അകമണയാതെ അകതാരം അമർത്തിയിട്ട് ഞാൻ എന്നെ സമാശ്വസിപ്പിക്കണം. ഫരീദുദ്ദീൻ അത്താർ പറയുന്ന ഒരു വാക്കുണ്ട്, അവരവരോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്കേ അപരനോട് സഹകരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെക്കാൾ കുറഞ്ഞവർ എന്ന് കരുതുന്നവരോട്. ആ ആളോട് എനിക്ക് സഹകരിക്കണമെങ്കിൽ ആ കയറി വരുന്ന ആൾ, കാരണം അപ്പുറത്തെ സീറ്റ് മുഴുവനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത്ര അസ്വസ്ഥത ഉണ്ടാവില്ല. ഇത്രയും സീറ്റ് ഒഴിഞ്ഞിരുന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നതാണ് എൻ്റെ കുഴപ്പം. ആ ആളോട് എനിക്ക് സഹകരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ശീലത്തിനോട് സമരം ചെയ്യണം. ഞാൻ എന്നോട് പറയേണ്ടതുണ്ട്, ഷൗക്കത്തെ അടങ്ങ്, ഇത് പൊതു ബസ്സാണ്, ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വേദോപദേശ ക്ലാസ്സും ഈ സെമിനാറുകളൊക്കെ എപ്പോഴും പഠനമൊക്കെ നിരന്തരം നടത്തേണ്ടി വരുന്നത്, നിരന്തരം പറഞ്ഞുറപ്പിക്കേണ്ടി വന്നുകൊണ്ടാണ്. ഞാൻ ഈ മദ്യപാനം നിർത്തിയ ആളുകളുടെ ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഒരു ഗ്രൂപ്പിൽ പോയി. അതാണ് ഞാൻ പറഞ്ഞു നിർത്താന്ന് പറഞ്ഞു. അതും കൂടി പറയുമ്പോഴേക്കും നമ്മുടെ സമയമാവും. 5 മിനിറ്റിനുള്ളിൽ നിർത്തി. 500ഓളം ആളുകളുണ്ട്. ഞാനാണ് അവരുടെ ഗസ്റ്റ്. ഞാൻ പറഞ്ഞു ഞാൻ അവസാനം സംസാരിക്കാം. അതിലൊരു ഹാജിയാരുണ്ട്, ആൾക്കൊരു 75 വയസ്സുണ്ടാവും. അപ്പം അയാൾ വന്ന് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. ഞാനൊരു മദ്യാസക്തനാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. തുടങ്ങുന്നതാണ്. 40 വർഷമായിട്ട് മദ്യപിക്കാത്ത ആൾ പറയാണ്, ഞാനൊരു മദ്യാസക്തനാണ്, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല, നാളെയും അങ്ങനെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ദൈവമേ. അത് പറഞ്ഞിട്ട് ആൾ പറഞ്ഞാണ് രസം. ഒരാൾ
മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു വിഷപ്പാമ്പിൻ്റെ തലയിൽ കാല് വെക്കുന്നത് പോലെയേ ഉള്ളൂ. ആ കാലെടുത്ത് മാറ്റിയാൽ പാമ്പ് കൊത്തും. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കള്ളുടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അഹന്താസക്തരാണ്. അതിൻ്റെ മുകളിൽ കാല് വെച്ചാൽ മാത്രമേ നമ്മളിൽ മനുഷ്യത്വം സജീവമാകും. ഏത് നിമിഷവും തൊടേണ്ട ഒരാൾ തൊടേണ്ട പോലെ തൊട്ടാൽ ട്രിഗർ ചെയ്യാവുന്ന വയലൻസാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ തൊടേണ്ട പോലെ തൊട്ടാൽ ഏറ്റവും സൈലൻസ് ഉള്ള, ഏറ്റവും ഉണർവുള്ള ആളാകാൻ സാധ്യതയുള്ള ഒരു ജീവി കൂടിയാണ് മനുഷ്യർ. പ്രളയം വന്നപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും ബുദ്ധന്മാരായി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും മിഠായി വാങ്ങിച്ചു കൊടുക്കുന്ന, എല്ലാവർക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്ത് പ്രളയം വന്നതിന് ശേഷം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷൗക്കത്തെ, അവൻ വലിയ കോടീശ്വരനായി. അവൻ പറഞ്ഞു, ഞാനിപ്പം നിന്നെ വിളിക്കാൻ കാരണം ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു മനുഷ്യരെ സഹായിക്കില്ലായിരുന്നു, പരമാവധി പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷെ പ്രളയം വന്ന സമയത്ത് എനിക്കറിയാത്തൊരു കമ്പാഷൻ എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ ഉള്ളത് മുഴുവൻ എല്ലാവർക്കും കൊടുത്തു. അപ്പോഴാണ് നിന്നെ ഓർത്തത്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിനൊരു കമ്പാഷൻ എന്ന് പറയുന്നത് എപ്പോൾ എത്ര ആഴത്തിൽ മനുഷ്യരിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി കാണാവുന്ന, വളരെ കമ്പാഷനേറ്റായിട്ടിരിക്കാവുന്ന ഒരു ബോധാവസ്ഥ എപ്പോൾ വേണമെങ്കിലും ഉണരാവുന്നതും, തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളെ പോലും ഒരു ശത്രുവിനോടെന്ന പോലെ ഏറ്റവും വൃത്തിഹീനമായി പെരുമാറുന്ന വയലൻസ് ഏത് നിമിഷവും ഉണരാവുന്നതുമായ ഒരു ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രം, എത്ര അറിവുണ്ടായാലും ശ്രദ്ധ തെറ്റിയാൽ യാതൊരു മര്യാദയുമില്ലാതെ ആവുന്ന, ശ്രദ്ധയുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മര്യാദയുള്ള ജീവിയാവാൻ സാധ്യതയുള്ള ഒരു ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. നമസ്കാരം.